കൊല്ലം സായി ഹോസ്റ്റലിൽ 2 കായിക വിദ്യാർത്ഥിനികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ടോ? സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നതാണ് ഇനി. കോഴിക്കോട് സ്വദേശിനി സാന്ദ്ര, തിരുവനന്തപുരം സ്വദേശിനി വൈഷ്ണവി എന്നിവരാണ് മരിച്ചത്. ഒരാൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയും മറ്റൊരാൾ +2 വിദ്യാർത്ഥിനിയുമാണ്. മരണകാരണം വ്യക്തമല്ല. മുറി തുറക്കാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിനീഷ് ചേരുന്നു കൊല്ലത്തുനിന്ന് വിവരങ്ങളുമായി. വിനീഷ്, ഇന്ന് രാവിലെയാണ് സംഭവം പുറത്തു വരുന്നത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയും 16ഉം 18ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾ. എന്താണ് സംഭവിച്ചത്? മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? പോലീസ് എന്താണ് നൽകുന്ന വിവരം? തീർച്ചയായും ടോം, വളരെ വിഷമമുള്ള ഒരു വാർത്തയാണ് കൊല്ലത്ത് നിന്നും രാവിലെ പുറത്തു വന്നത്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വനിതാ ഹോസ്റ്റലിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവരും കായിക വിദ്യാർത്ഥിനികളായിരുന്നു. കോഴിക്കോട് സ്വദേശിനി സാന്ദ്ര, തിരുവനന്തപുരം സ്വദേശിനി വൈഷ്ണവി എന്നിവരാണ് മരിച്ചത്. ഒരാൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ്, മറ്റൊരാൾ +2 വിദ്യാർത്ഥിനിയാണ്. ആത്മഹത്യക്ക് കാരണം എന്താണെന്നുള്ളത് പോലീസ് ഇപ്പോൾ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. ഇന്ന് പുലർച്ചെ 5 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ടോം. ഈ കുട്ടികൾ താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ ഇരുവരും കതക് തുറക്കാതെ ആയതോടുകൂടി രാവിലെ എല്ലാ വിദ്യാർത്ഥികളും ഈ കായിക പരിശീലനത്തിനായി പോയിരുന്നു. ഈ 2 വിദ്യാർത്ഥിനികളും എത്താത്തതിനെ തുടർന്ന് സഹപാഠികളായ വിദ്യാർത്ഥിനികൾ വന്ന് നോക്കിയപ്പോൾ കതക് തുറന്നില്ല. അങ്ങനെ ജനലിലൂടെ നോക്കിയപ്പോഴാണ് ഇരുവരും തൂങ്ങി മരിച്ച നിലയിൽ കാണാനിടയായി. ഉടൻ തന്നെ അധികൃതരെ വിവരം അറിയിക്കുന്നു. അവരെ പോയി കതക് തള്ളി തുറന്ന് പ്രവേശിച്ചപ്പോഴാണ് 2 സ്പാനുകളിലായിട്ട് ഇരുവരും ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ഇതുകൊണ്ട് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് വിവരം അറിയിക്കുന്നു. പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മരണകാരണം എന്താണെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പോലീസ് അത് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ മറ്റ് ആത്മഹത്യക്കുറിപ്പുകളോ ഒന്നും തന്നെ ഇവരുടെ ഒരു റൂമിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നാണ് അറിയുന്നത്. എന്തായാലും സഹപാഠികളുടെയൊക്കെ മൊഴിയെടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലം ഈസ്റ്റ് പോലീസാണ് അന്വേഷണം നടത്തി വരുന്നത്. മറ്റേ ആത്മഹത്യക്കുറിപ്പോ മറ്റവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ സായി ഹോസ്റ്റലിൽ ഈ കുട്ടികൾ നേരിട്ടിരുന്നോ? സഹപാഠികൾ എന്താണ് പറയുന്നത്? അങ്ങനെ എന്തെങ്കിലും ആക്ഷേപം കുടുംബവും മറ്റും ഉന്നയിക്കുന്നുണ്ടോ? ടോം, ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലം ഈസ്റ്റ് പോലീസിനാണ് ഇതിന്റെ ഒരു അന്വേഷണ ചുമതല. അവരാണിതിപ്പോൾ അന്വേഷിക്കുന്നത്. പ്രാഥമിക ഘട്ടം എന്നോണം ഇത് ആത്മഹത്യ എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ്. എന്തായാലും ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മറ്റ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പോലീസ് അന്വേഷിക്കുള്ളൂ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സഹപാഠികളിൽ നിന്നും വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഇവർ മറ്റാരുമായിട്ടുള്ള എന്തെങ്കിലും ബന്ധങ്ങൾ, അതുപോലെ തന്നെ ഇവരുടെ മൊബൈൽ ഫോണുകളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇവർ താമസിച്ചിരുന്ന റൂമിൽ ഇവരുടെ പഠനോപകരണങ്ങൾ അടക്കം പരിശോധിച്ചു പോലീസ്. പക്ഷെ അതിൽ നിന്ന് ആത്മഹത്യക്കുറിപ്പുകളൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും വിശദമായിട്ടുള്ള ഒരു പരിശോധന ഇതിന് പിന്നിൽ നടത്തണമെന്നാണ് നമുക്ക് സിറ്റി പോലീസ് കമ്മീഷനിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. തുടർന്നുള്ള നടപടിക്രമങ്ങൾ നടക്കും. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥിനികളുടെ മൃതശരീരം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് എത്തിച്ചിരിക്കുന്നത്. ഇവരെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എത്തുന്നതേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ശേഷമാകും പോലീസ് കാര്യമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുക. വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം സായി ഹോസ്റ്റലിലാണ് 2 കായിക വിദ്യാർത്ഥിനികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.